നമസ്കാരം, ബാബുരാജ് അമ്പലപ്പാറാണ്. ഇന്ന് നമ്മളൊരു സൂപ്പർ സേമിയ പായസം ഒരു 4 പേർക്ക് കഴിക്കാൻ ഏറ്റവും ചെലവ് കമ്മിയും ഏറ്റവും കൃത്യതയോടെ പാചക കലയുടെ വേറിട്ട രീതികളുടെ മാധുര്യം നുണയാൻ പായസം നമ്മൾ ദമ്മിൽ തന്നെ തയ്യാറാക്കിയത്. നമ്മൾ ഇന്ന് സേമിയ പായസം ഉണ്ടാക്കുന്നത് 1/2 ലിറ്റർ പാൽ കൊണ്ടാണ്. നമുക്ക് നെയ്യ് വേണം, സേമിയ കുറച്ച് വേണം, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്കാപ്പൊടി കുറച്ച്, ഉണക്കമുന്തിരി, പിന്നെ നമുക്ക് പഞ്ചസാര വേണം. അതിന് കറക്റ്റ് അളവ് പിന്നെ പറയാം. പിന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ച അണ്ടിപ്പരിപ്പ്. നമ്മളിനി സർവത്ത് ഗ്ലാസ് ഇല്ലേ, അതിലേക്ക് നമ്മൾ ഈ പാല് സമാസമം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാത്ത ആൾക്കാർക്കും അളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ്. ഇത് നമ്മൾ ഈ 1/2 ലിറ്റർ പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നിറച്ച് കറക്റ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ പാല് പാക്കറ്റ് കാലിയാവും. ഈ പാലിങ്ങനെ ഒഴിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ചേരുവകളില്ലേ, അതിന് കറക്റ്റ് അളവുകൾ ഈ ഗ്ലാസ്സുകൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുത്ത് പായസം എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിലത്തെ പാല് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്ലാസ്സിലത്തെ പാല് ഒന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അളവ് സമം ആയാൽ ആ രണ്ടാമത്തെ ഗ്ലാസ്സിലെ പാല് വേഗം മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൽ അതേ സ്ഥാനത്ത് വെള്ളം ഒഴിച്ച് അതേ ഉയരത്തിൽ വരുത്തുക ഇതുപോലെ. എന്നിട്ട് അതൊരു വേറെ മൺകലത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വീണ്ടും 2 ഗ്ലാസ് ഇതുപോലെ മാറ്റി വയ്ക്കണം. ഒരേ അളവിൽ മാറ്റി വെച്ചു. അത് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാനുള്ളതാണ്. ഇതേ രീതിയിൽ നമ്മൾ പഞ്ചസാരയും അളന്നെടുക്കണം. ഇതുപോലെ ഗ്ലാസ്സിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ആ പാലിൻ്റെ അതേ ഉയരത്തിൽ വന്നാൽ ആ അളവിൽ ഉള്ള പഞ്ചസാരയാണ് നമുക്ക് പായസത്തിലേക്ക് കറക്റ്റായിട്ട് വേണ്ടത്. ഈ പഞ്ചസാര ഉപയോഗിച്ച് ആദ്യം കലത്തിലേക്ക് മാറ്റി വെച്ച 2 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. ഈ കാണിക്കുന്ന രീതികളും അളവുകളും നമ്മൾ കൃത്യമായി ചെയ്താൽ പായസം സൂപ്പറാവും, ഉറപ്പാണത്. പഞ്ചസാര ചേർത്ത വെള്ളം അടുപ്പത്ത് വെച്ചാൽ ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് തിളച്ച് കിട്ടും. തുടർന്ന് 4 മിനിറ്റ് കൂടി തിളപ്പിച്ചാൽ അതൊന്ന് ചെറുതായി കുറുകി വരും. എന്നിട്ട് ഇറക്കി വെച്ച് വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. പായസ മധുരത്തിൻ്റെ കൃത്യ അളവാണിത്. ഇനി സേമിയം പൊട്ടിച്ച് ചെറുതാക്കി കഷ്ണങ്ങളാക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിലാണ് പൊട്ടിച്ച് വെക്കുന്നത്. സേമിയ പൊട്ടിക്കുമ്പോൾ ഒരേ അളവിൽ പൊട്ടിക്കാൻ നോക്കുക. പലതരം അളവായ പായസം കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല. ചൂടുവെള്ളത്തിൽ കുതിർത്തിയ അണ്ടിപ്പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ജാറിൽ അണ്ടിപ്പരിപ്പിനോടൊപ്പം കുറച്ച് പാല് ചേർത്ത് അരച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. കുറച്ച് അധികം സമയമെടുത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റണം. നമുക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് പേസ്റ്റ് തയ്യാറായി. ഇനി പൊട്ടിച്ച് വെച്ച സേമിയത്തിൻ്റെ കറക്റ്റായിട്ട് അളവ് നമുക്കെടുക്കാം. അതും ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കറക്റ്റായിട്ട് ആ പാലിൻ്റെ അതേ ഉയരത്തിൽ കുറച്ച് ഉയരം കൂട്ടിയെടുക്കണം. കാരണം ഈ സേമിയ കറക്റ്റായിട്ട് പതിഞ്ഞ് കിട്ടില്ലല്ലോ ഗ്ലാസിൻ്റെ ഉള്ളിൽ. അത് കാരണം കുറച്ച് ഉയരം കൂട്ടി എടുത്ത അളവാണ് ഈ സേമിയം. ഇനി നമുക്ക് ഈ സേമിയം നെയ്യിൽ വറുത്തെടുക്കാം. അതിന് മുന്നേ മൺകലത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാനുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നല്ലൊരു നാക്കല, അത് ഓട്ടമില്ലാത്തത്, തീയിൽ വാട്ടിയിട്ട് കുമ്പിൾ കുത്തിയിട്ടൊരു പാത്രം പോലെ ആ വെള്ളത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. കൃത്യമായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് സേമിയ നന്നായി വറുത്തെടുക്കാം. ഈ കാണുന്ന സേമിയം ഏകദേശം ഒരു 75 ഗ്രാം ഉണ്ടാവും. 1/2 ലിറ്റർ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന പായസത്തിലേക്ക് ഇത് കൃത്യമാണ് ഈ സേമിയം. ഇപ്പോൾ 4 മിനിറ്റായി നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് സേമിയം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാത്രത്തിലേക്ക്, അതായത് വാഴയില പാത്രത്തിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്. ഈ വെള്ളം ഈ സേമിയം ഇലയായിട്ട് യാതൊരു ബന്ധവുമില്ല. വെള്ളം അതിൻ്റെ അടിയിൽ കിടക്കുന്നതാണ്. ഇനി ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലായനിയുടെ പകുതി, അതായത് 1 ഗ്ലാസ് ഈ സേമിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കി വെച്ച അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇല പൊട്ടിപ്പോകാൻ പാടില്ല. കാരണം അതിൻ്റെ അടിയിൽ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മളിത് ദമ്മിടുക. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും. എന്നിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് തുടർച്ചയായിട്ട് തിളപ്പിച്ചിട്ട് ഈ ആവി പോവാതെ ഇറക്കി മാറ്റി വയ്ക്കണം. ഇങ്ങനെ സേമിയം ദമ്മിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റൂ. ഈ സമയം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വറുത്തെടുക്കണ്ട. ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ നമുക്കത് ഇറക്കി വയ്ക്കാം.
ചെറിയ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ അതും കൂടി റെഡിയായി. ഇതോടെ പായസത്തിൻ്റെ പണി ഒരു 1/4 ഭാഗം പൂർത്തിയായി. ഇനി പാല് നന്നായിട്ട് തിളപ്പിക്കണം. അതിനായി ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട്, ഈ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പാല് തിളച്ച് വല്ലാതെ പൊന്തി വരില്ല, പൊന്തി പോവില്ല. അതിലേക്ക് നമ്മൾ പാല് ഒഴിക്കുക. എന്നിട്ട് കൈയോടെ അതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കണം. ഇത്രയും പഞ്ചസാര ലായനിയാണ് ബാക്കിയുള്ളത്. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ അവസാനത്തെ ചേരുവ. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് പാല് തിളപ്പിക്കണം. ഞാനിവിടെ അവസാനത്തെ ചേരുവ എന്ന് പറയാൻ കാരണം, അവസാനത്തെ ചേരുവല്ല, ശരിക്ക് ഏലക്കാപ്പൊടിയൊക്കെ ഇനി ചേർക്കാണ്ട്. അതേപോലെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ അവസാനമായിട്ടാണ് കേട്ടോ ചേർക്കുക. അതറിയാതെ പറഞ്ഞതാണ്. പാല് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് തുടർന്ന് ഒരു 7 മിനിറ്റ് നിർബന്ധമായിട്ടും ഇളക്കിക്കൊണ്ട് തിളപ്പിക്കണം. എന്നാലേ അത് കുറുകി വരുള്ളൂ. ഈ കുറുകി വന്നതിന് ശേഷം നമ്മൾ ദമ്മിട്ട് വെച്ച അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്ത സേമിയ ഇലയിൽ ശ്രദ്ധിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇടണം, ഒട്ടും വേസ്റ്റ് ആവരുത്. അത്രയും നല്ല എസൻസ് ഉള്ള സാധനമാണ്. ഇപ്പോൾ കണ്ടില്ല, വെള്ളം കണ്ടില്ല, വെള്ളം ഒരു ബന്ധമില്ല ഇലയായിട്ട്. ഇല പൊട്ടിയിട്ടൊന്നുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ദമ്മ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തുടർന്ന് ചെറുതായിട്ട് ഇളക്കുക. ഇപ്പോൾ ഏകദേശം പായസം 95% പൂർത്തിയായി. ഇനി ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഇറക്കി വെക്കണം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം, ആ ദമ്മൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടുക. കുറച്ച് മാത്രം ഇട്ടാൽ മതി, കാരണം കുറച്ച് പായസമല്ലേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ പായസം ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകം കണ്ടില്ലേ. ഈ സേമിയൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ദമ്മിട്ടിട്ട് അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആവി പാറുമ്പോൾ തന്നെ എന്താ മണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റിൽ അഭിപ്രായം പറയണേ. ഈ സമയം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ടിട്ട് ചെറുതായിട്ട് ഇളക്കാം. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നന്നായിട്ടൊരു പാത്രത്തിലേക്ക് 4 ആൾ കഴിക്കാനുള്ള സൂപ്പർ സേമിയ പായസം ഇപ്പോൾ റെഡിയായി. ഈ ഒരു രീതിയിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും സേമിയ വെന്ത് അധികമാവില്ല, വെള്ളം അധികമാവില്ല, മധുരം കറക്റ്റാവും. കൂടാതെ ഇത്രയും രുചിയുള്ള സേമിയ പായസം വേറെ കിട്ടുകയും ഇല്ല. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച അളവ് രീതികൾ ഉപയോഗിച്ച്, അതായത് മാതൃകയാക്കിയാൽ നിങ്ങൾക്ക് എത്ര ലിറ്റർ പാല് കൊണ്ട് വേണമെങ്കിലും പായസം നിഷ്പ്രയാസം ഉണ്ടാക്കാൻ സാധിക്കും. ആ കാര്യം ഉറപ്പാണ്. അളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഓക്കെ, താങ്ക് യു.